മതസ്നേഹം പെട്ടെന്നങ്ങ് പൊട്ടി ഒഴുകി. അതോടുകൂടി സൗദിയിൽ നിന്നുകൊണ്ട് 2 ഇന്ത്യക്കാർ ഇറാനെ സഹായിക്കാനായി 200 റിയാൽ അയച്ചു. ഇപ്പോൾ ജയിലിലാണ് സൗദിയിൽ. ഇത് മലയാളികളുടെ ഒരു സ്വഭാവമാണ്. എവിടെയുള്ള മുസ്ലിങ്ങൾ മറ്റ് ഇതര മതസ്ഥരുമായി യുദ്ധം ചെയ്യുന്നു അവിടെ സഹായം എത്തിക്കാൻ വേണ്ടി ഇന്ത്യക്കാർ ചെല്ലും എന്നുള്ളത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകതയായി മാറിയിരിക്കുന്നു. ഇതിനെ എങ്ങനെ കാണാം സർ? അല്ല, ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇവരോട് ഇറാന് സഹായം എത്തിച്ചു കൊടുക്കണം, അത് 200 റിയാലെങ്കിലും നിങ്ങൾ കൊടുക്കണം എന്ന് ഇവരെ ഉപദേശിച്ചത് അവരുടെ ഉമ്മയാണ്. അതെ. അപ്പോൾ ഉമ്മയുടെ കനത്ത മതബോധം ആണ് ഉമ്മ ഇവരിൽ കുത്തിവെച്ചിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞത്. സൗദി അറേബ്യ ഇറാനുമായിട്ട് യുദ്ധത്തിലാണ്. സൗദി അറേബ്യയുടെ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാനുമായിട്ട് യുദ്ധത്തിൽ ഒരു രാജ്യം ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ആ രാജ്യത്ത് തൊഴിലന്വേഷിച്ച് ഇന്ന് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ സൗദി അറേബ്യക്കെതിരെ ഇറാനെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യണം? അതാണ് ചോദ്യം. ഇന്ത്യയിലാണെങ്കിൽ വേറൊരു കാര്യം, അപ്പം തന്നെ മനു അഭിഷേക് സിംഗ്വിയും കപിൽ സിബലും എത്തും. നമുക്ക് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാമെന്ന് പറയും. അവർക്ക് സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നത് അവർക്ക് ലാഭകരമാണ്. ഇപ്പം ഈ പ്രശ്നം കൊണ്ട് TMC തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായത് ആർക്കാണെന്ന് ചോദിച്ചാൽ മനു അഭിഷേക് സിംഗ്വിക്കും കപിൽ സിബലിനുമാണ്. കാരണം 2 പേർക്കും രാജ്യസഭ കിട്ടി, പതുക്കെ നിന്നുണ്ട്, കൂടാതെ നല്ല ഫീസും കിട്ടുന്നുണ്ട്. കാരണം കേസ് ഉണ്ടല്ലോ ഡെയിലി, അല്ലെങ്കിൽ ഇവർക്ക് ഡെയിലി കേസ് ഉണ്ടാകില്ലല്ലോ. ഇപ്പം ഡെയിലി കേസുണ്ട്, ഓരോ കേസും ഇതാണ്. കേസൊക്കെ തോറ്റുപോകുന്നു എന്നുള്ളത് വേറെ പ്രശ്നം, കാശ് കിട്ടുന്നുണ്ട്. അതായത് ഈ കോടതി വ്യവഹാരത്തിൽ നഷ്ടം കക്ഷികൾക്കും ലാഭം വക്കീലന്മാർക്കുമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എവിടെയും ഏത് കോടതി വ്യവഹാരത്തിലും നഷ്ടം സംഭവിക്കുന്നത് കക്ഷികൾക്കാണ്, ലാഭം ഉണ്ടാകുന്നത് വക്കീലന്മാർക്കുമാണ്. കോടതിക്ക് ജഡ്ജിനും ലാഭമില്ല, ആകെ വക്കീലന്മാർക്കേ ലാഭമുള്ളൂ. നഷ്ടം കക്ഷികൾക്കാണ്, കോടതിക്ക് നഷ്ടമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അവർ ചെല്ലും. അങ്ങനെ അവർ ചെന്നിട്ട് ഇത് രാജ്യദ്രോഹമല്ല, ഇത് രാജ്യസ്നേഹമാണ്, അവരിങ്ങനെ അയച്ചു കൊടുത്തല്ലേ ഉള്ളൂ, അവിടെ പോയി യുദ്ധം ചെയ്തില്ലല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ പറയും. സൗദി അറേബ്യയിൽ ഇതൊന്നും ഓടില്ല. കാരണം അവിടെ ശരീഅത്ത് നിയമമാണ്. ശരീഅത്ത് നിയമം അനുസരിച്ചിട്ട് അവരുടെ രാജ്യത്തിനെതിരെ ആരെങ്കിലും സമരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടും, അവരെ ശിക്ഷിക്കും. ഈ 2 സഹോദരങ്ങളും അവിടെ എത്തിയിട്ട് അധികകാലം ആയിട്ടില്ല. അതെ, അതായത് UP അംറോഹ നൗഗാവൻ സ്വദേശികളാണ് ഇവർ 2 പേരും. ഇവരുടെ അച്ഛൻ്റെ പേര് ഹസൻ അബ്ബാസ് എന്നാണ്. മുഹമ്മദ് സഫർ ഹസൻ എന്നും മുഹമ്മദ് റഹീബ് ഹസൻ എന്നുമാണ് ഇവരുടെ 2 പേരും പേര്. 2 പേരും 2 സ്ഥാപനങ്ങളിൽ, അവിടെ ഒരാളൊരു കടയിലും മറ്റൊരാൾ മറ്റൊരു സ്ഥാപനത്തിൽ. അത് ചെറിയ ജോലികളാണ്. അതിൽ നിന്ന് കിട്ടുന്നതിലാണ് 200 റിയാൽ അയച്ചു കൊടുത്തത്. പക്ഷേ അത് ബാങ്ക് വഴിയാണ് ഇവർ ട്രാൻസാക്ട് ചെയ്തത്. അപ്പോൾ രേഖകളുണ്ട്. അതെ. അപ്പോൾ എന്തിനാണ് ഈ കാശ് അയച്ചു കൊടുത്തതെന്ന് ചോദിക്കുന്നത് അവർ തേടിപ്പിടിച്ച് അയച്ചു കൊടുത്തിട്ടൊക്കെ 2 മാസമായി. പക്ഷേ ഈ രേഖകൾ അവരുടെ കയ്യിൽ കിട്ടി, അവരന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴേക്കും ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പിടിച്ചകത്തിട്ട്. രാജ്യദ്രോഹ കുറ്റം ചെയ്തതിന് അവിടെ എന്താണ് ശിക്ഷ എന്നുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വധശിക്ഷയാണ്. രാജ്യദ്രോഹത്തിന് അവർക്ക് വധശിക്ഷയുള്ളൂ. അപ്പോൾ ഇനി ഉടനെ അടുത്ത പിരിവ് തുടങ്ങുമായിരിക്കും അല്ലേ? പിരിവൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ കാശ് കൊടുക്കാൻ ആളുമുണ്ട്. കാരണം ഇത് ഇന്ത്യയുടെ ഒരു സാഹചര്യം വെച്ചുകൊണ്ടാണ് ഇവർ പെരുമാറുന്നത്. ഇന്ത്യയിലൊരു സൗകര്യമുള്ളത്, ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് വേറെ ലോകത്തൊരിടത്തുമില്ല. ഇന്ത്യയിൽ ജീവിക്കുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച് പരിചയവും ശീലവും ഉള്ളതുകൊണ്ടാണ് ഈ ഉത്തർപ്രദേശുകാരിയായ ഉമ്മ മക്കളോട് പറഞ്ഞായിരുന്നു സഹായിക്കടാ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ പാവങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിൽ നിന്ന് 200 റിയാൽ അയച്ചു കൊടുത്ത് അവരെ സഹായിക്കണമെന്ന് തോന്നത്തക്ക വിധത്തിൽ തീവ്രമായ മതബോധം ഉണ്ടായി. അതിൻ്റെ കാരണം അവർ ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്യുന്നു എന്നാണ്. ലോക സാഹചര്യങ്ങളിലൊക്കെ സംഭവിച്ചേക്കണം മാറ്റമൊന്നും ഇവർക്കറിയില്ല. ഇവരിപ്പോഴും ധരിക്കണ ഒരു ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഒപ്പമാണെന്നാണ്. അങ്ങനെയല്ല. ഇറാൻ ഇസ്ലാമിക രാജ്യമാണ്, സമ്മതിച്ച്. പക്ഷേ ഇറാൻ വേറൊരു കാര്യമുണ്ട്, ഷിയാക്കളുടെ രാജ്യമാണ്, സുന്നികളുടെ അല്ല. സൗദി അറേബ്യ സുന്നിയാണ്. അപ്പോൾ ഈ സുന്നി ഷിയ സംഘർഷം ഇസ്ലാമിൽ അന്തർലീനമാണ്. എന്ന് തുടങ്ങി അതിൻ്റെ ആരംഭകാലം തുടങ്ങി.
മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മായിയപ്പനും മരുമോനും രണ്ടായി. അമ്മായിയപ്പൻ അധികാരം പിടിച്ചെടുത്ത് മരുമോനെ പെരുവഴിയിലാക്കി. പിന്നീട് മരുമോൻ വന്നു കഴിഞ്ഞിട്ട് മരുമോനെ കുത്തിക്കൊന്നു. അപ്പോൾ മരുമോൻ്റെ സംഘങ്ങൾ മുഴുവനും ഒരു വിഭാഗമായി, അമ്മായിയപ്പൻ്റെ സംഘങ്ങൾ വേറെയായി. ഇതാണ് ഇതിൻ്റെ ചരിത്രം. അപ്പോൾ സുന്നി ഷിയ സംഘർഷം ഉണ്ട് അവിടെ. അത് കൂടാതെ ഈ സുന്നി ഷിയ സംഘർഷം സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നത്തിൽ അന്തർലീനമാണ്. ആ സംഘർഷം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് വന്നു ചേർന്നൊരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് ഇവിടെ അവിടെ പോയി ജോലി ചെയ്യുന്നവർ ഷിയാക്കളാണോ എന്ന് എനിക്ക് ന്യായമായ സംശയമുണ്ട്. അപ്പോൾ ഒരു ഷിയ അവബോധം വെച്ചിട്ടാണോ? അതാകാനിടയില്ല. സുന്നികളാണെങ്കിലും കൊടുക്കും. കാരണം ഇറാൻ മുസ്ലിം രാജ്യമായതുകൊണ്ട് ഇറാനെ സഹായിക്കേണ്ടത് അനിവാര്യതയാണെന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളും കരുതാറുണ്ട്. അവരും കാശ് ചിലപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ അതിനൊന്നും അന്വേഷണം ഇല്ലാത്ത കാരണം കണ്ടെത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരും ചിലപ്പോൾ ഒരുപക്ഷെ വളരെ കഷ്ടപ്പെട്ട് ബാങ്കിൽ പോയി നിന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. കാശ്മീരിൽ കൂട്ടമായിട്ടാണ് പൊതുവിൽ ധനസമാഹരണം നടത്തി അയച്ചു കൊടുത്തു. കാരണം അവർക്ക് അത് ഇതാണ് ഒരു ഇസ്ലാം രാജ്യം. പക്ഷേ ആൾക്കാർ ദാനം ചെയ്തു. പക്ഷേ വേറൊരു കാര്യം, സൗദി അറേബ്യക്കും പിന്നെ ബഹ്റൈനും മസ്കറ്റിനും ഒമാനും UAEക്കും ഈ രീതിയിലുള്ളൊരു മുസ്ലിം ബ്രദർഹുഡിൽ വിശ്വാസമില്ല. അവർക്ക് അവരുടെ രാജ്യം സംരക്ഷിക്കണം എന്നത് മാത്രമാണ് അവരുടെ ആഗ്രഹം. അവർ സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ കാരണം. ഇറാനാ തകരുന്നു. വണ്ടേ നീ കെടുത്തുന്നു വിളക്കും നീയും നശിക്കുന്നു എന്ന് പറയുന്ന രീതിയിലാണത്. ഇറാൻ കുഴപ്പമൊന്നുമില്ല. ഇറാന് അവർ രാജ്യം യുദ്ധത്തിൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് വെച്ചുകൊണ്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ നടത്തി കാശുണ്ടാക്കാം. പിന്നെ അത് തന്നെ സാമാന്യം റിച്ചാണത്. അവർ സാമാന്യം സമ്പത്തൊക്കെ ഉള്ളൊരു സംഗതിയാണ്. പക്ഷേ UAEയുടെ സമ്പദ്ഘടന തകർന്നിരിക്കുകയാണ്. പുറത്ത് പറയാത്തതാണ് അവർ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ലേഖനം വായിച്ചത്, എന്താണ് ബുർജ് ഖലീഫ അല്ലേ? ആ ബുർജ് ഖലീഫയിലുള്ള വലിയ ഹോട്ടലുകളുണ്ടല്ലോ, 5 സ്റ്റാർ 7 സ്റ്റാർ, ആ ഹോട്ടലുകളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോക്കൽ വെക്കേഷന് വേണ്ടി കൊടുക്കുകയാണ്. ലോക്കൽ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 ലക്ഷം രൂപ വിലയുള്ളൊരു റൂമുണ്ട് അവിടെ ഒരു ദിവസം. അത് 1 ലക്ഷം രൂപക്ക് കൊടുക്കുകയാണ് ലോക്കൽസിന്. അവർക്ക് 2 ദിവസം അവിടെ വന്ന് താമസിക്കാം. അങ്ങനെ 2 ദിവസം അവർ താമസിച്ച് പോകുമ്പോൾ അവർക്ക് ഈ ഹോട്ടലിൽ താമസിച്ചു എന്നും പറയാൻ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇവർക്ക് ഈ 2 ലക്ഷമെങ്കിലും കിട്ടും എന്നുള്ളതാണ്. ജീവനക്കാരുടെ കാശ് കൊടുത്ത് ഇത് അടിച്ചു തൂത്ത് വൃത്തിയാക്കി എടുക്കണ്ടേ? അത് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള സാമ്പത്തികമായ തകർച്ച ബുർജ് ഖലീഫയിൽ വന്ന്, ഈ ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ സങ്കേതമായിട്ട് വളർത്തിയെടുത്തുകൊണ്ട് വന്നതാണ്. അതാണ് തകരുന്നത്. അത് തകർക്കുകയാണ് ആര്? ഇറാൻ. ഇറാനാണ് അങ്ങോട്ട് മിസൈൽ അയച്ചത്. ഡ്രോണാ എന്തുകൊണ്ട് അയച്ചു? അങ്ങോട്ട് അയച്ചത്. ഒമാനിൽ അത് തന്നെ ചെയ്ത്, ഖത്തറിൽ അത് തന്നെ ചെയ്ത്, സൗദിയിൽ അത് തന്നെ ചെയ്ത്, ബഹ്റൈനിൽ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ രാജ്യമാണ് ബഹ്റൈൻ. കുവൈറ്റിൽ ചെയ്തു. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ജോർദാനിൽ ആക്രമണം നടത്തും. ജോർദാനിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ മുസ്ലിം രാജ്യങ്ങളാണ് എന്നുള്ള കാര്യം പോലും പരിഗണിക്കാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ ആക്രമിക്കാൻ എന്താ കാര്യം വെച്ചാൽ ഇസ്രായേലും ഇതും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഇസ്രായേലിനല്ല ആക്രമിക്കുന്നത്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയെയും കുവൈറ്റിനെയും ഖത്തറിനെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മതബോധം അതൊരു ഇന്ത്യൻ ജീവിത രീതിയിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്. ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഇന്ത്യയിൽ മാത്രമാണ് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ജയിക്കുമ്പോൾ ആഹ്ലാദ പ്രകടനം നടത്താൻ വേണ്ടി കഴിയുന്നത്. ബാക്കി ലോകത്ത് സാധിക്കില്ല. ഇന്ത്യയിൽ മാത്രമാണ് ഹിന്ദുക്കളെയല്ല മുസ്ലിങ്ങളെ കഠിനമായി ദ്രോഹിച്ച സദ്ദാം ഹുസൈൻ മരിക്കുമ്പോൾ ഇവിടെ ബന്ദ് നടത്താൻ ഇന്ത്യയിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കനത്ത രീതിയിലുള്ള മതബോധം വച്ച് പുലർത്തുന്ന ഹിന്ദുക്കളാണ് ഇവിടെ ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതൃരാജ്യം ഇതൊന്നുമല്ല. ഇറാൻ അവരുടെ മാതൃരാജ്യമാണ്, ഇന്ത്യ അല്ല. ഇന്ത്യയിൽ അവർക്ക് താല്പര്യമില്ല. അവർക്ക് അവിടെയാണ്. അടുത്ത ജന്മം ഇറാനിലാകട്ടെ എന്നാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനം കൊണ്ട് സംഭവിച്ചാണ്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് അടുത്ത് പറയും എൻ്റെ 2 മക്കളെയും കിട്ടണമെന്ന് പറയും.
അതെ, അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. 2 ഈ മക്കൾ. ഈ ഇവരുടെ ആ അച്ഛൻ പറഞ്ഞിരിക്കുന്നു, പിതാവ് ഞങ്ങൾ വാപ്പ പറയുന്നു. ഇവരുടെ ചെലവിലാണ് കഴിയുന്നത്, അവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറയും. അതെ, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിയമം അനുസരിച്ച് ആ രാജ്യത്തോട് കൂറ് പുലർത്തി ജോലി ചെയ്യണ്ടേ? അത് ചെയ്യാത്തതിന് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, അവരുടെ രാജ്യത്ത് നിയമമുള്ളതല്ലേ. പിന്നെ അത് മാത്രമല്ല, രാജ്യദ്രോഹമാണെന്ന് അവിടെയാണെങ്കിൽ വെടിവെച്ച് കൊല്ലുക, വെട്ടിക്കൊല്ലലും ഇതൊക്കെയാണ്. ശരീഅത്തല്ലേ നിയമം. അതെ, പുറത്താരും അറിയണമെന്നില്ല. ഇവർ തന്നെ അറിയണമെന്ന് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എംബസി ടു എംബസി കമ്മ്യൂണിക്കേഷൻ നടത്തിയപ്പോൾ ഇങ്ങനെ 2 പേരെ രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്. തീർന്ന്. വേറെ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇവിടുത്തെ രീതിയിൽ മനുഷ്യാവകാശമില്ല, ജനാധിപത്യമില്ല, മാധ്യമം പത്രമില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല അവിടെ. മീഡിയ വൺ ചാനലില്ല. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്ത കാരണം അവിടെ ഈ വൈകുന്നേരം ചർച്ച നടത്താൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ചർച്ച നടത്താമായിരുന്നു. പക്ഷേ സൗദി അറേബ്യ ആയതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യില്ല, മാധ്യമം ചർച്ച ചെയ്യില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്ന് ചില്ലറ കിട്ടി കഴിയുന്നവരാണ് അവർ. അപ്പോൾ ആ ചില്ലറയിൽ നിന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയുടെ ഔദാര്യം കൊണ്ട് പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനമാണ് സർ മാധ്യമം. അതെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംസ്കാരം ഇന്ത്യയിൽ കാരണം ഇന്ത്യയിലാണെങ്കിൽ ഇവിടെ ജീവിച്ചുകൊണ്ട് ഇതിനെ എതിർക്കാം, ഇവിടെ ജീവിച്ചുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കാം, ഇവിടെ ജീവിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാം. ആ ഒരു സംസ്കാരം എടുത്ത് തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അനുഭവിക്കട്ടെ, അല്ലാതെ അവർ എന്ത് പറയാനായിട്ടാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.